പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വെയിൽസിലാണുള്ളത്, സൗത്ത് വെയിൽസിലാണുള്ളത്. അപ്പോൾ നമ്മളിന്ന് 2 ലൊക്കേഷൻ കറങ്ങാനാണ് വന്നത്. ഇപ്പോൾ നമ്മൾ വന്നത് രാവിലെ തന്നെ ഇറങ്ങിയിട്ട് വെള്ളം വഹിച്ചെടുക്കാൻ വയ്യ. അപ്പോൾ ലേക്ക് വ്യൂ കഫേ ഇവിടെ എന്തൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. നമുക്ക് അവിടെ പോയി നോക്കാം, കണ്ടറിയാം. ബാ അപ്പോ സീന് സംഭവമാണ് ഇവിടെ. നമ്മളെ ഏതോ ഒരു മച്ചാന്റെ വണ്ടിയാണ്. എടാ ഫുഡ് കഴിക്കവാ, ഏതോ മച്ചാന്റെ ഏതൊരു വണ്ടി വണ്ടി ലേക്ക് വ്യൂ ഓപ്പൺ ആണല്ലോ. ഓപ്പൺ കാണാ, അവിടെ കാണാം. ലേക്ക് വ്യൂ കഫേ. ലേക്ക് വ്യൂ പറയുമ്പോ ലേക്ക് ഇവിടെ ഉണ്ട്, ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ അവിടെ പങ്ക കറങ്ങുന്നുണ്ട്. പങ്കനോട് ചങ്ക എന്താ പറയാ? പങ്കനെ കുറിച്ച് പങ്കാന്ന് പറയുമ്പോൾ നല്ല കാറ്റുള്ളതുകൊണ്ട് ആയിരിക്കും. ആദ്യം കയറി സച്ചിനാണ് ആദ്യം കയറുന്നത്. സച്ചിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിരി മുന്നോട്ടാണ്. വെയിൽസിൽ എന്തോ ആണ്, വഴി ഇതിലാണ്ടായിരുന്നു. വെയിൽസാണ്. കഫേൻ്റെ ഉള്ളിൽ നമുക്ക് കഫേ നോക്കാം. വൈറ്റ് ബ്രെഡ് എനിക്ക് ബ്രൗൺ ബ്രൗൺ. And what about for the full breakfast? Brown? White. Any drinks? Yeah, one hot chocolate. എനിക്കോ one hot as two 2 hot chocolates? Yes. Anything else? That's £22.85 then, please. അപ്പോൾ സജിന ഫുഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിലും നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് റെസ്പോണ്ട് കിട്ടും. എന്താ കുറവുമാരി എനിക്ക് തോന്നുന്നുണ്ടല്ലോ. എനിക്ക് കുറവുമാരി തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് വിശന്നിട്ട് കഴിയില്ല. നമ്മൾ ശരിക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈം വെച്ച് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ 12 മണിക്ക് നമ്മളവിടെ എത്തണ്ടാവും. ഇടയ്ക്കൊന്ന് 1-2 റൗണ്ടബിട്ട് മാറി 20 സ്പീഡിലെടുത്ത് 10 സ്പീഡിലാക്കി പോകണം. ഇതിന് നടത്തുക ഒരു 10-20 മൈൽ എക്സ്ട്രാ പോയിരുന്നു. പിന്നെ ഇപ്പോൾ ഫുഡ് കഴിക്കാനും നിന്ന് പിന്നെ എത്തുമ്പോൾ 1 മണി 2 മണി ആയിരിക്കില്ല, 1 മണിക്ക് ആയിരിക്കുന്നില്ല. ഇൻ്റെത് കഴിഞ്ഞ് അപ്പം ഇനി സജിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാം. അത് ഇൻ്റെ തീർന്ന് വേഗം തീർക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇനി പുറത്തുനിന്നുള്ള വ്യൂ ആണ് നമുക്ക്. പോവാ നമ്മളിവിടെ ലേക്ക് കാണാൻ നിൽക്കില്ല, നമ്മൾ വ്യൂ പോയിന്റിക്ക് നേരെ ചെല്ലണം. ടൈം തീരെ വൈകി. സജിന് ഫുഡൊക്കെ വന്ന് ഞാൻ 2 മണിക്കൂർ ശീലമായിപ്പോയി. അപ്പം നമ്മൾ നേരെ വണ്ടി എടുത്ത് എടാ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടടാ, നോക്കിയാ ചെളിയല്ലേ വേണ്ട. നമ്മൾ വണ്ടി എടുക്കണ് നേരെ ആരംഭന സുൽത്താൻ. ഈ പാട്ട് മാറ്റും, മറ്റേ പാട്ടില് ഇനി ഫുള്ള് എനർജി കാരണം. ഇതാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന ക്ലാസ്. അടിപൊളി സാധനടാ, കിച്ചൺ ക്ലാസ്സാ. ടിംബർലാൻഡ് ഞാൻ പറഞ്ഞ സാധനം ഏത് തുറപ്പുലാനോ? വണ്ടി ഇവിടെ എത്താനുള്ളതാ കൊറേ. എന്നാ അവിടെ എത്തപ്പത്? സുൽത്താൻ. നീലാകാശത്തെ പാട്ട്, നീലാകാശം പച്ചക്കളി ചോന്നു സമയത്ത് അത് കിടിലൻ പാട്ടാ. ഇംഗ്ലീഷ് പാട്ടൊക്കെ ഒഴിവാക്ക്, ഒരു മാസില്ല. നമ്മള് ട്രിപ്പ് വന്നാലോ, ട്രിപ്പിന് വൈബായിക്കണം. പാട്ടുണ്ടാവും. എന്റെ മോനെ വ്യൂ നോക്കിയാ, ഈ വ്യൂ നോക്കിയാ
ഉന്മാദം വീണ്ടും ലോകം ചേരാകെ മാനം താനേ മാറിക്കാനായി മഞ്ഞിൻ 0.2 miles. At the roundabout, take the second exit. ചേക്കേറാൻ നീയും ഞാനും ലോകം. Take the second exit onto A465 towards എവിടെ Merton. ഇനി എത്ര മണിക്കൂർ? 2 മണിക്കൂറോ? അപ്പോഴത്തെ 2 മണിയാവും. റബ്ബേ, നമുക്ക് അവിടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലേ? അല്ല നമുക്ക് പോകുമ്പോ ഒരു കൊട്ടാരം പിടിക്കാം. അത് നോക്കാലോ. ഇപ്പൊ രാത്രി ടൈം പിടിക്കടാ. ഇപ്പൊ രാത്രി 8 മണിക്കാ. 8 നമ്മൾ ഇഷ്ടമുള്ളൂ എന്ന് വെച്ചാൽ നമ്മളാ മല 8 നമ്മൾ ഇറങ്ങിയാൽ മതി. അത് രണ്ടാമത്തെ മലയില്ലേ? എന്ന് വെച്ചാല് നമ്മൾ ഇവിടെ പോവാദ്യോ. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 2 നമ്മൾ എത്തുമായിരിക്കും. 1:30 എത്തിക്കണം. ഈ 20 പിടിക്കാം. അപ്പൊ എത്തും നമ്മള് ഇവിടെ ഒരു 2 മണിയാകുമ്പോ എത്തി കഴിഞ്ഞാല് 3 മണി 4 4:30 2 മണിക്കൂറോടെ ചെലവഴിക്കാളുണ്ടാവും. അവിടുന്ന് ഒരു 4:30 കയറി കഴിഞ്ഞാല് മറ്റേ സ്ഥലത്തേക്ക് എത്താൻ 1 മണിക്കൂർ ടൈം എടുക്കും. അവിടെ 1 മണിക്കൂർ ഡ്രൈവ് ആണ്. 1.5 മണിക്കൂർ എങ്ങനെ ഉണ്ടാവും. കാളങ്ങൾ കാതിലാളും കൈത്തളങ്ങി ചോലയാകും ഭൂമി. സാധനം മാറിയത് കണ്ടോ? കിടിലം വ്യൂ പറഞ്ഞ കിടിലം വ്യൂ. ഭൂമി ഇത് ആദ്യമായിട്ടാണ് വലിയൊരു കൊന്ത്രണ്ട വാങ്ങിയതുള്ളൂ. ഒഴിവാണ്ടാ ചെയ്യാനേ. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. സെറ്റാടാ. ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കും പഠിക്കാല്ല. എല്ലാവരും ടൈമാണ്. വർഷങ്ങൾ എടുക്കും ഇതൊക്കെ. ഇതിന്റെ വശങ്ങളും മൂലകളൊക്കെ പഠിച്ചു വരുമ്പോ ഫാസ്റ്റായിട്ട് കാര്യമല്ല. ഇവിടെ പണിക്കോണ്ടേ. ലോകത്തിന് ആവശ്യം. അത് സത്യാണ്. വെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ വെയിൽസിന് ഒരു എന്താ പറയാ വേറൊരു ഫീലാ. കോസ്റ്റ്യൂമിന്റെ വേറെ ഉണ്ട്. എന്റെ അടുത്ത് കൊക്കക്കോളന്റെ ടീഷർട്ട് ഉണ്ട് ചോപ്പ്. ഇവിടെ സീരിയസ് ഇത് ഞാൻ എന്തിറക്കിയാൽ എനിക്ക് കുറ്റം. പക്ഷെ അതുണ്ടല്ലോ അതിന്റെ ഫോട്ടോ ഇടാൻ ഞങ്ങൾക്ക് നല്ല ലുക്കായിരിക്കും. ജിന്നെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യം എല്ലാരും ഷീനാണുള്ള ടീം. ഓടാ. പിന്നെ ഒരുത്തൻ ഗ്ലോറി എന്ന് പറഞ്ഞിട്ട് ഡ്രസ് ഇട്ടിരുന്നു. അത് ഷീൻ ഞാൻ കണ്ടിരിക്കണ ഒരു ഷീൻ. ഒരു ബ്ലൂ സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് ഡ്രസ് ഒരുത്തിട്ടുണ്ട്. അത് ഷീനാ. മറ്റന്മാരെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അടുത്തതായിട്ട് എനിക്ക് ഒരു സോണിന്റെ ലെൻസ് മേടിക്കണം. കിണ്ണ ലെൻസ്. അപ്പൊ കിട്ടിലും നല്ല സാധനം എടുക്കാം. നമ്മള് കൺട്രി സൈഡ് കയറിയില്ലടാ. അപ്പൊ നമ്മളുള്ള മോട്ടോർവേല അല്ലേ? മോട്ടോർവേ അല്ല, പക്ഷെ നാഷണൽ സ്പീഡ് ലിമിറ്റിലുള്ള സ്ഥലത്താണല്ലേ നമ്മള്. അറിയാത്തോണ്ടല്ല. ഞാൻ എന്തുകൊണ്ട് എന്നോട് നടക്കണ അറിയോ? എനിക്കൊന്നും അറിയാത്തോണ്ട് അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞോണ്ടാ. അതിന്റെ അടുത്ത് എന്തെങ്കിലും പഠിക്കാലോ. എടാ ലെസ്റ്ററിലും കമ്പനിക്കാരില്ലാത്തോണ്ടല്ല. ഞാൻ എന്റെ അന്നെ വിളിക്കണേ. ശരി ഐഡിയ ഉള്ള എനിക്കാ. ഒരു ഡയലോഗ് അങ്ങനെ എന്തോ ഒരു സാധനം അങ്ങനെ സാധനം കണ്ടിട്ടില്ലല്ലോ. ഫോട്ടോസ് ക്യാമറ എടുക്കാം. പക്ഷെ ഈ ഡ്രസ് ഒരു രസം കാണില്ലേ? ഒരു ഡ്രസ് എടുത്തിട്ടുള്ളൂ ആകെ. പിന്നല്ലാണ്ട് എന്റെ ഡ്രസ് കൊള്ളാവോ? അടിപൊളി ഡ്രസ്സാ. അതെ എന്റെ വേറെ ടീഷർട്ട് ഉണ്ട്. ഈ ഡ്രസ് മാസം ഉണ്ടോ? എന്റെ ഇതുവരെയുള്ള ഓറൈഡിയോ അതൊരു ക്ലാസ് ഉണ്ട്. പക്ഷെ നെക്ക് ഇവിടെ അവിടെ എന്തോ ഒരു മിസ്സിംഗ് അത് മടക്കി വെക്കി അങ്ങനെ ഒന്നും ചെങ്ങില്ല. അത് അതിന്റെ ഫിറ്റ് വരുന്ന അങ്ങനെ. പക്ഷെ എന്റെ നെക്ക് ഇതില്ലാത്തോണ്ടാ. ഇതങ്ങനെയാണ്. ഇത് ഏറ്റവും ചെറുതാ. എന്റെ നെക്ക് തടില്ലാത്തോണ്ടാ. ഇങ്ങനത്തെ സംഭവമാണ്. നോക്കി കട്ടി നോക്കി. എന്റെ അടുത്ത് വേറൊരു ഒരു ടീഷർട്ട് ഇല്ലേ ബ്ലാക്ക്. ഇവിടെ ഇങ്ങനെ കേറിക്കണേ. അവിടെ ടൈറ്റ് അല്ലേ? പക്ഷെ മറ്റേതാണ്. അത് നൈസാണ്. അല്ലോ ചേട്ടാ ചെങ്ങായി സീൻ കിട്ടോ. ഓസി നട്ടു സൈക്കിളോട്ടാ സീന്. എന്താ റോക്കറ്റോ?
ഇവിടുന്ന് ഓർഡർ അടിക്കാൻ നോക്കട്ടോ. ഇവിടുന്ന് ഓർഡർ അടിച്ചാൽ നമ്മൾ ഉറപ്പായിട്ട് ഓർഡർ എടുക്കും. ഊബർ വിളിച്ച് പോയല്ലേ? ഊബർ വിളിച്ച് പോയതല്ലേ? പശുവിന്റെയും ഫോട്ടോ എടുത്തു. എടാ അത് അടുത്തുണ്ടല്ലടാ പശു ഹെഡ്ഫോണിലോ പോയി മയറുള്ളേ. ആ കുടി കിട്ടിയ ബെനിഫിറ്റ് അതാ, ഗോൾഡൻ കളറുള്ള പശു. ഫോണ് സജിൻ ഇന്റർവ്യൂകള് എടുക്കേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ആ എടുക്ക് Hello. Hello, can you hear me? Am I talking to Sachin? Yes. Hi Sachin, this side Arundhati. I'm calling from Alight. Hi. Could you speak a bit louder? Actually, your voice. Actually, I'm driving. That's why. I'm sorry? I'm driving actually. Okay. Fine. Could you please give your availability so that I'll just connect to you for available time? Actually, I'm not free today. I call tomorrow. Sorry? Can I? Tomorrow? Yeah. Sure. I'll connect you. Tomorrow morning is fine. Thank you. Sure. Definitely. I'll give a call tomorrow. Okay. Thank you. Yeah, thank you. ഇന്ത്യനാ പറച്ചില് കേട്ടാ പക്ഷെ അതെങ്ങനെ അമേരിക്ക നമ്പറായി? അത് ടീംസ് വഴി അങ്ങനെ വിളിക്കാൻ പറ്റും. അനക്ക് എന്താ സ്കില്ല് വെച്ചാ എനിക്ക് അറിയില്ല ഞാൻ ബാക്കിയൊന്നും. എന്റെ ഹെഡ്ഫോൺ ഇവിടെ നീ ഹെഡ്ഫോൺ അവിടെ ഹോട്ടലിൽ എടുത്തില്ല. ഓർഡറിൽ എടുത്ത് ഞാൻ ഇവിടെ വെച്ച് നേരത്തെ. എന്റെ ഇത് കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് ഈ ഏരിയ മൊത്തം ആർമിയാണ് ഇതാക്കണേ. നേരില്ല. നേവി കടൽ നേവി ആയി. നമുക്ക് നോക്കാം അവിടെ എത്തിയാണ്. ഓക്കെ കാറ് സാധനമൊക്കെ സെറ്റ് ആയിട്ടെ, ക്യാമറ സാധനമൊക്കെ സെറ്റ് ആയിട്ടെ. ഏത് അതല്ല എത്തിയില്ല. ഇവിടുത്തെ എല്ലാ സ്ഥലവും ഇതുമാരത്തെ. അയ്യോ ഒറ്റ ഹലോ വ്യൂ ഒരു രക്ഷയിലായില്ലേ. അത് ഒന്നാമെന്താരോ ആ തീരുമാനം വരാൻ കാരണം കാറ്റടിച്ചിട്ട ആ ഒരു റഫ് തന്നെ. കൈ ഇങ്ങനെ പിടിച്ച് കാരണം എല്ലാം ടഫാക്കും. നമ്മുടെ കൊച്ചി ചെറായി ഇതോ കാറ്റിലൊക്കെ ഉണ്ടാവും. എന്നിട്ടും കാര്യമില്ല. പാടാണ്. നമ്മളെന്ത് ചെയ്യാ രാജനെ? കടൽ തീരം പിടിച്ചു പോ. ഈ പറഞ്ഞ സ്ഥലം ഇവിടെയാണോ? അത് അവിടെ അങ്ങോട്ട് പോണം. ആയിക്കോട്ടെ പാപ്പാ. 4 മണിക്കൂറോ 3:30 ഇറങ്ങണം. അല്ല നമുക്ക് എത്ര മണിയാകുമ്പോ പാടാ. നിങ്ങൾ ഫുഡ് കഴിക്കില്ലേ? ടൂറ് പോകുമ്പോ ഫുഡ് കഴിക്കും. പക്ഷെ നമ്മളെങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ട് നിട്ടാ പോലെ നമ്മള് അങ്ങനെ ലാവിശം കഴിക്കൂല. അവിടെ ഞാനൊക്കെ ഒരു 6-7 പോകുമ്പോ നമ്മൾ അൽവേനെ ലാസ്റ്റ് പോയപ്പോ ഒറ്റയടിക്ക് എല്ലാ ഫണ്ടും പൊട്ടിക്കൂല. കിട്ടിയോ? പെട്ടെന്ന് സംഭവിക്കാൻ വരാൻ പറ്റൂല. വണ്ടി നിർത്തി കിട്ടിയോ? അൺഎക്സ്പെക്ടഡ് സംഭവിക്കും ട്രിപ്പിന് പോകുമ്പോ. നമ്മള് എപ്പോഴും ഒരു ഇതായിട്ട് നിക്കണം. അതിപ്പോ ഉണ്ട് ട്രിപ്പല്ലേ? ട്രിപ്പല്ല അതിപ്പോ എന്താ സംഭവം അറിയോ? നമ്മള് വൈകുന്നേരം കോഴിക്കോട് ബീച്ച് പോണ വരി നമ്മളിന്ന് ഇവിടെ വൈകുന്നേരം ബീച്ച് 4 മണിക്കൂർ യാത്രയാണല്ലോ. 4 മണിക്കൂർ യാത്ര ഇച്ചിരി കൂടുതലാണ്. എന്നാലും ഓക്കെ. സജിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയാ. സജിന് അങ്ങനെ വക്കത്ത് കയറില്ല. ഏതായാലും കിടിലൻ സ്പോട്ട്
വന്ന ഏതായാലും ഓക്കെ വന്ന ഏതായാലും മുതലായി. അല്ല സ്പോട്ട് എത്തില്ല, ഈ സ്പോട്ട് ഓക്കെ അല്ലേ? എത്തിയിട്ടില്ല, 3 മിനിറ്റ്, വെറും 3 മിനിറ്റ്. എടാ വന്നാലേ കാറ്റോണ്ട് കേൾക്കൂല. സംഭവം സ്ഥലം കാണിച്ചതാ. ഇതേപ്പോ കാക്ക മാറി പോണ. ഡേഞ്ചറാണ്, ഇവിടെ ഇരിക്കാൻ പറ്റൂല. പക്ഷെ ഇന്നലെ നമ്മൾ ഇരുന്ന് ഡേഞ്ചറാണ്. അമ്പാ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇറങ്ങട്ടെ, ഡേഞ്ചറാണ്. പോവാ അത് സാജി മാപ്പിട്ട സ്ഥലം മാറി. ഇവിടെ ഒരു 5 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് വന്നിട്ട്. ഇവിടെ വന്ന സ്ഥിതിക്ക് കുറച്ച് വീഡിയോസേ കാണിച്ചുതരാം. ഇവിടെ എടുത്ത കുറച്ച് കടലിന്റെ ആ ഒരു തിരമാലിന്റെ വീഡിയോ കാണിച്ചുതരാം. വീട്ടിലെ വ്യൂ ആണ്, രക്ഷയില്ല. കാറ്റാണ്, വൻ കാറ്റാണ്. അപ്പൊ അതിനെ പോലെ പോവാ. ഹെഡ്സെറ്റ് എടുത്തോ. പോട്ടെ, കാറെടുത്താണ്ട് ഇവിടുന്ന് നടക്കുകയാണെങ്കിൽ 5 കിലോമീറ്റർ നടക്കാണ്ടെന്നാണ് ലോക്കൽസ് പറഞ്ഞത്. അപ്പൊ അങ്ങോട്ട് കാറെടുത്ത് പോയിക്കോളി, എല്ലാവരും നടന്നാണ്ട് എത്തൂല. നമുക്ക് കാറിനെടുത്തോണ്ട് കാറെടുക്കട്ടെ. അതിനൊക്കെ അതിന്റെ അടുത്തുണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി. ഗ്രീൻ ബ്രിഡ്ജ്. ലോക പ്രശസ്തമായ സ്ഥലം. വ്യൂ നമ്മള് സജിനെ പ്രകൃതിനെ വേണം നമ്മുടെ ഫോക്കസ് ചെയ്യാൻ. എനിക്ക് 2 ഫോട്ടോ എടുത്തു തരും ഇവിടെ വന്ന് തെളിവിന്. ബാക്കി ഫുള്ള് നമ്മൾ ലൊക്കേഷൻ ആയിരിക്കും ഫോക്കസ് ചെയ്യാൻ. 2 ഫോട്ടോ നല്ല കിഡിലും ഫോട്ടോ എടുത്തു തരും. എന്ന് വെച്ചാല് ഓറാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞോട് കൂടി അതിന്റെ കല്യാണ അന്വേഷണത്തിന്റെ ഗ്രാഫ് പൊന്തും. ഗിംബല് പൊട്ടിക്കല്ലേ. ഇന്ത്യൻ്റെ ഇവിടെ കല്ലൂടെ ഏത് കല്ല് കല്ല് അടിയിലാ കല്ലൂടെ. അതാ കല്ല് കണ്ട മോനെ കല്ല്. മോനെ ആയിവാ ഗായ്സ്. അപ്പൊ നമ്മള് ഗ്രീൻ ബ്രിഡ്ജ് വെയിൽസ് നമ്മൾ കവർ ചെയ്തു. എങ്ങനെയുണ്ടാവല്ലേ? മുതലായോ? മുതലായില്ല? അങ്ങ് ഫോട്ടോ എടുക്കേണ്ടി വരും. നമ്മള് കണ്ട അതിൻ്റെ അടുത്ത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തിട്ട് ബാക്കി സ്പീഡിലിട് അമ്പാ
കിണ്ണം വണ്ടി ഏതാ മൂട് വെച്ച വണ്ടി, ഒരു രക്ഷയില്ല. നിങ്ങൾ ഇങ്ങനത്തെ വണ്ടിയില്ല ആ നമ്മളിതിനായിട്ട് ചെറുതാ, ഇത്ര വലിയ വണ്ടിയല്ല. എന്റെ മോനെ ഡൗണായി. പാട്ട് പോയല്ലേ? പാട്ട് നീട് വക്ത് കാ തൂ മേരെ തൂ ബതാ തേരി ഗലിയാ ഗലിയാ തേരി ഗലിയാ. പക്ഷെ ഇപ്പൊ പാടാം. ആദ്യം വന്നവരെന്നെ നല്ല പൊസിഷനിൽ എത്തിയിട്ടുള്ളൂ. ഇപ്പൊ ഉള്ളവരെ പരമാവധി മുകളിൽ കയറ്റി വിടുന്നില്ല. ഓക്കെ ഡീല് നമുക്ക് UK ഇങ്ങനത്തെ സ്ഥലം കിട്ടൂല. എന്റെ മോനെ ഫിഷ് ആൻഡ് ചിപ്സ് പോരെ. ഫിഷ് ആൻഡ് ചിപ്സ് റോസ്റ്റ് ഓപ്പണ ഫിഷ് ആൻഡ് ചിപ്സ് 4:30 തുറക്കോളൂ. ഒന്നും Turn left onto A477. രാജകുമാരി 7:10 നമ്മളിപ്പോ ലാസ്റ്റ് പോയ സ്ഥലം ഏതാണ്? ടെൻബി ബീച്ച്. വില്ലേജ് ബീച്ചോ? ടെൻബി വില്ലേജ് ബീച്ച് എല്ലാം കൂടി അടിപൊളിയാണ്. ആൾക്കാർ അടിപൊളിയാണ്, സ്ഥലം അടിപൊളിയാണ്. ആ സ്ഥലല്ല മറ്റേ അതിന്റെ ആ ബിൽഡിംഗ് ഉണ്ടല്ലേ ജി, ഭയങ്കര ബിസിയാണ്. ആ 4 കളറുള്ള ബിൽഡിങ്. അത് സെയിം ബിൽഡിംഗ് തന്നെ കുറെ സ്ഥലത്തുണ്ട്. മറ്റേ ഏകദേശം ക്ലിപ്പുള്ള സ്ഥലത്തൊക്കെ അങ്ങനത്തെ ഓരോ സ്കോട്ട്ലാൻഡിൽ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ കളറുള്ള കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെയാണ് കുറച്ചും കൂടി രസം തോന്നി. ആൾക്കാര് ലുക്കാണ്. അടിപൊളിയാണ്. ഒരു യൂറോപ്പിന്റെ ഒരു കിട്ടിയെങ്കിൽ യൂറോപ്പിലെ പിള്ളേരെ കണ്ടെന്നാണ് നീ പറയുന്നത്. അങ്ങനടാ നമ്മളൊരു ആ ബീച്ചിന്റെ ആ ഒരു കഫേ സാധനങ്ങളൊക്കെ. നമ്മൾ അങ്ങോട്ടാ വേണ്ടി വാ. അതിലെ വാ 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 അതിലെ വാ ഇജ്ജ് വാ. അയ്യത്തെ റബ്ബർ മുട്ടായ ഇവിടത്തെ ഫഡ്ജ് പറ വാങ്ങ്. അക്ക മുട്ടായ ടെൻബി ബീച്ച്. അമ്പോ നമുക്ക് എന്ത് ചെയ്യാറോ ഇതിലെ കട്ട് ചെയ്തിട്ട് ആ എക്സ്പ്ലോർ ചെയ്താണ് തിരിച്ചിങ്ങോട്ട് വന്നാണ്ട് ആ വില്ലേജസ് കൂടെ നിർത്തുക. മനസ്സിലായി അല്ലാണ്ട് എപ്പോഴും അമ്പളേരെ നടന്നു കഴിഞ്ഞാൽ ഈ ബോൾ പോയി കിട്ടത്തില്ല. സഹോദര വാ കടക്കാൻ പറ്റും. ആ ഒരു പ്രശ്നമില്ല, ഒരു ചളി ആലോചിച്ചു വന്നു. നീ ഇതിലെ നടന്നു പോവാ, ഞാൻ മോളിക്കൂടി നടക്കാം. ചടങ്ങി സീനാട്ടോ ഇതിനെ.
ഈ ബീച്ച് സൈഡിൽ എല്ലായിടത്തും ഇങ്ങനെയാണോ? ബീച്ച് സൈഡിൽ ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാവും, ചിപ്സ്, ബാറ്, പബ്, എല്ലാ ആൾക്കാർ ടൂറിസ്റ്റ് വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്നുണ്ടാവും. ബിസി ആയിരിക്കും. ചില ബീച്ച് സൈഡ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും ബിസി. പക്ഷെ നമ്മള് മല കയറാൻ കഴിഞ്ഞില്ല. കേറാൻ നമുക്ക് അതിന് ടൈം ഉണ്ടായില്ല. ഒരു ദിവസം കൊണ്ട് എത്രയൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളെടുത്ത് ഇവിടുന്ന് നിൽക്കേണ്ടി വരും. ഒരു ദിവസം വേറെ അതിലും ഹൈലൈറ്റഡ് അല്ല മണ്ടനെ, അതിലും ഹൈലൈറ്റഡ് ഇടാം. ലേറ്റിനല്ല വണ്ടി ഓടിക്കുമ്പോ. എനിക്കറിയില്ല അതിനെ പറ്റി. ഈ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഓക്കെ, ബൈ.